Hi students, ഇന്ന് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ റിലേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലെക്സീവ് if ordered pair A belongs to R for every A belongs to A. Second one, it is symmetric if ordered pair AB belongs to R implies BA belongs to R for every AB belongs to A. Transitive if ordered pair AB belongs to R and ordered pair BC belongs to R implies ordered pair AC belongs to R for every ABC belongs to A. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെൻസും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. ദറ്റ് ഈസ് എ ഈസ് റിലേറ്റഡ് ടു എ ഇറ്റ് സെൽഫ്. സിമ്മട്രിക് ആകുമ്പോൾ if A is related to B, then B is also related to A. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിലേഷൻ സിമ്മട്രിക് ആവുകയുള്ളൂ. നമ്മൾ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണമെങ്കിൽ എ ബി എന്ന് പറയുന്ന എലമെൻറ്റും ബി സിയും ആറിലുണ്ടാവുക. എ ബിയും ബി സിയും ഉണ്ട് എങ്കിൽ എ ഈസ് ഓൾസോ റിലേറ്റഡ് ടു സി. ദാറ്റ് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. അതായത് എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ അതിൻ്റെ ആ റിലേഷനിൽ എ സിയും നിർബന്ധമായും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ റിലേഷൻ ട്രാൻസിറ്റീവ് ആവുകയുള്ളൂ. ഇക്വലൻസ് റിലേഷൻ. എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് സെഡ് ടു ബി ആൻ ഇക്വലൻസ് റിലേഷൻ ഇഫ് ആർ ഈസ് റിഫ്ലെക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അതായത് ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷനെ നമ്മൾ പറയുന്നതാണ് ഇക്വലൻസ് റിലേഷൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1 2 3 given by R equal to set ordered pairs 1 1 2 2 3 3 1 2 2 3 is reflexive but neither symmetric nor transitive. That you have to prove that this relation is reflexive and it is not symmetric and not transitive. For that, the given set is set 1 2 3 and the relation is 1 1 2 2 3 3 1 2 2 3. നമ്മളത് റിഫ്ലെക്സീവ് ആണെങ്കിൽ എയിൽ എലമെൻസ് 1 2 3 ആണ്. അപ്പോൾ എയിലെ എല്ലാ എലമെൻറ്റും 1 ഈസ് റിലേറ്റഡ് ടു 1 ആയിരിക്കണം. ദാറ്റ് മീൻസ് 1 1 ബിലോങ്സ് ടു ആർ. 1 1 ബിലോങ്സ് ടു ആർ ആണ്. 2 ഈസ് റിലേറ്റഡ് ടു 2. ദാറ്റ് ഈസ് 2 ബിലോങ്സ് ടു ആർ. 2 2 ഉണ്ട്. 3 ഈസ് റിലേറ്റഡ് ടു 3 ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് 3 ബിലോങ്സ് ടു ആർ. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് സിൻസ് 1 1 2 2 3 3 these 3 ordered pairs belongs to the relation R, the relation is reflexive. Then check the symmetry. For that, here 1 2 belongs to the relation R, but 2 1, that element is not present in this set. Therefore, R is not symmetric. Similarly, also we can say that 2 3 is belongs to R, but 3 2 is not in the set R. അപ്പം നമ്മൾ സിമ്മട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുത്താൽ മതി. ഇനി ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, സിമ്മട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിലുള്ള എല്ലാ എലമെൻസും എടുത്തിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് നമുക്ക് ട്രാൻസിറ്റിവിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഫോർ ദാറ്റ് 1 2 ആൻഡ് 2 3, അതായത് 1 2 2ലാണ് അടുത്ത എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 2 belongs to R, 2 3 also belongs to R. But 1 2 2 3 ഉണ്ടാവണമെങ്കിൽ ഏത് എലമെൻറ്റ് വേണമായിരുന്നു? 1 3. But 1 3 is not belongs to R. Therefore, R is not transitive. തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവും അല്ല.
Consider another question. Show that the relation R in the set 1, 2, 3 given by R equal to set 1, 1, 1, 2, 2, 1, 2, 2, 2, 3, 1, 3, 3, 3, 3, 2, 3, 1 is an equivalence relation. ഈ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആവണം, സിമ്മട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. തന്നിരിക്കുന്ന സെറ്റ് 1, 2, 3 ആണ്. റിലേഷനും നമുക്കറിയാം. അപ്പോൾ 1, 2, 3 ആവുമ്പോൾ അതിലെ എലമെൻറ്റ്സ് 1 ഷുഡ് ബി റിലേറ്റഡ് ടു 1, 2 ഷുഡ് ബി റിലേറ്റഡ് ടു 2 ആൻഡ് ഓൾസോ 3 ഷുഡ് ബി റിലേറ്റഡ് ടു 3. ഇറ്റ് ഈസ് 1, 1, 2, 2, 3, 3. ഈ 3 എലമെൻറ്റ്സും ആറിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ അറിയാം 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്. Therefore the relation is reflexive. 1, 1, 2, 2, 3, 3 belongs to R. R is reflexive. ഈ സിമ്മട്രി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സും എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്മട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ മാത്രം കൊടുത്താൽ മതി. പക്ഷേ സിമ്മട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എല്ലാ എലമെൻറ്റ്സും എടുത്ത് ചെക്ക് ചെയ്യണം. 1, 2 1, 2 ഉണ്ട്, അതുകൊണ്ട് എന്ത് വേണം 2, 1 അപ്പോൾ 1, 2 ആൻഡ് 2, 1 ബിലോങ്സ് ടു R. നെക്സ്റ്റ് എലമെൻറ്റ് 2, 3 ആണ്. 2, 3 ഉണ്ടാവണമെങ്കിൽ ഏതും കൂടെ വേണം 3, 2. 3, 2 is also present. Then 1, 3 belongs to R and 3, 1 also belongs to R. Therefore we can say that R is symmetric. അതിൽ 1, 2, 2, 3, 3, 1 എല്ലാ എലമെൻറ്റ്സ് എടുത്ത് നമ്മളതിൻ്റെ അടുത്ത ഓർഡേഡ് പെയേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ എലമെൻറ്റ്സും എടുത്തിട്ട് വേണം നമ്മൾ സിമ്മട്രിക് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ എല്ലാ എലമെൻറ്റ്സും ചെക്ക് ചെയ്യണം. 1, 2 1, 2 എടുത്ത് അടുത്ത എലമെൻറ്റ് 2, 1 1, 2 and 2, 1 belongs to R. Then 1, 1 belongs to R. Next pairs 2, 1 and 1, 2 belongs to R. Then 2, 2 belongs to R. 1, 3 and 3, 2 belongs to R. Then 1, 2 1, 2 is also belongs to R. 3, 2 and 2, 1 belongs to R. Then 3, 1 is also present in R. Next 3, 2 and 2, 3 belongs to R. Then 3, 3 that belongs to R. 1, 3 and 3, 1 belongs to R. Then 1, 1 is also belongs to R. നമ്മൾ എല്ലാ പെയേഴ്സും ഈ രീതിയിൽ എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ട്. Therefore we can say that R is transitive. That is function reflexive, symmetric, transitive. Since R is reflexive, symmetric and transitive, R is an equivalence relation. ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ റിഫ്ലെക്സീവ് ആണ് എന്ന് പറയണമെങ്കിൽ എല്ലാ എലമെൻറ്റ്സും എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ മാത്രം കൊടുത്താൽ മതി. ഇവിടുത്തെ പ്രത്യേകത പറയുന്നത് നമുക്ക് റോസ്റ്റർ ഫോമിൽ എല്ലാ എലമെൻറ്റ്സും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ എലമെൻറ്റ്സും എടുത്ത് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ഗീവൺ ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് 2 divides a minus b is an equivalence relation. ഇതൊരു ജനറൽ സെറ്റിലാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. അപ്പോൾ എല്ലാ എലമെൻറ്റ്സും എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ജനറലായിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. The given relation is set of all ordered pair AB such that 2 divides A minus B. ഈ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ A minus A, you know that is equal to 0 and 2 divides 0. That is 2 divides A minus A for all A belongs to set.
If 2 divides A minus B, AB belongs to R. Since 2 divides A minus A, ordered pair AA belongs to R. For every A belongs to Z. Therefore, R is reflexive. നമ്മുടെ എക്സാമ്പിൾ എടുത്തിട്ടുള്ള ജനറൽ ആയിട്ടാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. If AB belongs to R, we have to prove that BA also belongs to R. AB belongs to R implies that 2 divides A minus B. If 2 divides A minus B, we can say that 2 divides B minus A also. That implies ordered pair BA belongs to R for every AB belongs to Z. That is, R is symmetric. ഇപ്പോൾ 2 divides 4 ആണെങ്കിൽ 2 also divides minus 4. അതാണ് എ മൈനസ് ബിയും ബി മൈനസ് എയും തമ്മിലുള്ള റിലേഷൻ. എ മൈനസ് ബിയുടെ നെഗറ്റീവാണ് ബി മൈനസ് എ. അപ്പോൾ 2 divides 4 ആണെങ്കിൽ 2 ഓൾസോ ഡിവൈഡ്സ് minus 4. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് ഇത് എഴുതാൻ പറ്റുന്നത്. 2 divides a minus b, then we can say that 2 divides b minus a. So it is ordered pair BA belongs to R. AB belongs to R implies BA belongs to R for every AB belongs to the set Z. For R is symmetric. Transitive ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. If AB and BC belongs to R, we have to prove that AC belongs to R. AB belongs to R implies that 2 divides A minus B, and BC belongs to R implies that 2 divides B minus C. That implies 2 divides A minus B plus B minus C implies 2 divides A minus C. That implies AC belongs to R. For every A, B, C belongs to Z. Therefore, R is transitive. ഇവിടെ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 divides 4 and 2 divides 6. Then 2 divides 4 plus 6, 10. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Therefore, by this we can say that R is transitive. Since the R is reflexive, symmetric and transitive, we can say that R is an equivalence relation. ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇൻഫിനിറ്റ് സെറ്റ് സെഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ജനറലായിട്ട് വേണം നമ്മൾ പ്രൂവ് ചെയ്യാൻ. നമുക്കിവിടെ ഓരോ എലമെൻറ്റും എടുത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്നീ പ്രോപ്പർട്ടികൾ നമ്മൾ ജനറലായിട്ട് വേണം പ്രൂവ് ചെയ്യാൻ. ഇക്വലൻസ് റിലേഷനെ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെടുത്തി പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരെയും നമ്മൾ തമ്മിലുള്ള റിലേഷൻ, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻ, ഇതെല്ലാം അനുസരിച്ചായിരിക്കും നമ്മളുടെ സൊസൈറ്റിയും നമ്മളുടെ നാടും നന്നാവുന്നത്. ഇപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ നമ്മൾ പറയുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുകയും നമ്മോട് തന്നെ നല്ലൊരു സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്ക് ശരിയാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മോട് തന്നെ, അതായത് ഈ സൊസൈറ്റിയിലുള്ള എല്ലാവരും അവനവനോട് തന്നെ നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സൊസൈറ്റി നന്നാവാൻ തുടങ്ങും. അതാണ് റിഫ്ലെക്സീവ് റിലേഷൻ. സിമെട്രിക് റിലേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു ബി, ദെൻ ബി ഈസ് റിലേറ്റഡ് ടു എ. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എന്തായി? സിമെട്രിക്കായി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓർക്കാം, ഒരാൾ മറ്റൊരാളുടെ റിലേറ്റാണ്. അപ്പോൾ തിരിച്ചും അതുപോലെ തന്നെ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫും നന്നാവുകയുള്ളൂ. ട്രാൻസിറ്റീവ് റിലേഷനാണ്. ഇത് എ, ഇത് ബി, ഇത് സി. എ ഈസ് റിലേറ്റഡ് ടു ബി ആൻഡ് ബി ഈസ് റിലേറ്റഡ് ടു സി. Then we can say that A is related to C. അപ്പോൾ ഇവിടെ ഇവരുടെ റിലേഷൻ എ ബിയുമായി നല്ല റിലേഷനാണ്, ബി സിയുമായി നല്ല റിലേഷനാണെങ്കിൽ തീർച്ചയായും എയും സിയും തമ്മിൽ നല്ല റിലേഷനായിരിക്കും. അപ്പം നമ്മൾ റിഫ്ലെക്സീവ്, നമുക്ക് നമ്മോട് തന്നെ നല്ലൊരു റിലേഷൻ ഉണ്ടാവുക. സിമെട്രിക്, നമുക്ക് മറ്റൊരാളുടെ നല്ല റിലേഷൻ ഉണ്ടാകുമ്പോൾ അവർക്കും തിരിച്ചും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നല്ലൊരു സിമെട്രിക് റിലേഷൻ അവിടെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ട്രാൻസിറ്റീവായ റിലേഷൻ, നമുക്ക് മറ്റൊരാളുണ്ടാവണം,
ആ മറ്റൊരാളിന് ആരോടൊക്കെ നല്ല റിലേഷൻ ഉണ്ടോ അവരോടൊക്കെ നമുക്ക് നല്ല റിലേഷനും നല്ല ഫ്രണ്ട്ഷിപ്പും ഉണ്ടാവണം. അപ്പോൾ ഈ റിലേഷൻ എന്തായി? ട്രാൻസിറ്റീവ് റിലേഷനായി. അപ്പോൾ റിലേഷൻ റിഫ്ലെക്സീവാണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ അത് ഇക്വലൻസ് റിലേഷനാണ്. നല്ലൊരു സൊസൈറ്റി, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ജീവിതം, അതാണ് നമ്മുടെ ഇക്വലൻസ് റിലേഷൻ. അപ്പം നമ്മുടെ ലൈഫുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ നമുക്ക് പഠിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മാത്തമാറ്റിക്സ് പഠിക്കുവാനായിട്ടും സാധിക്കും.